ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയുടെ പിറവിക്കുള്ള ഒരുക്കത്തിൻ്റെ 3-ാമത്തെ ദിനത്തിൽ പ്രകാശം പരത്തുന്ന ജീവിതമാക്കി നമ്മുടെ ജീവിതം മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ പ്രകാശമുണ്ടെങ്കിൽ ചുറ്റുപാടുകളെ പ്രകാശിതമാക്കാൻ നമുക്ക് സാധിക്കും. സ്നാപകൻ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായൊക്കെ കൃത്യതയോടുകൂടിയിട്ട് നമ്മെ പഠിപ്പിക്കുന്ന വിചാരങ്ങളിൽ ഇത് കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വെളിച്ചമായ ക്രിസ്തുവിന് നമ്മുടെ ജീവിതം പ്രകാശിതമാക്കിക്കൊണ്ട് ഒരുക്കത്തിലായിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ടി പത്മനാഭൻ്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്ന ചെറുകഥയിൽ മരിക്കാൻ തീരുമാനിച്ചൊരു മനുഷ്യൻ വിഷക്കുപ്പിയുമായിട്ട് അവസാനത്തെ ആഗ്രഹം എന്ന വണ്ണം സിനിമ കണ്ട് ഒറ്റയ്ക്കൊരു മൂലയിൽ ഒതുങ്ങി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം നടോടിക്കുട്ടികൾ കുറേ പേർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയും മലയാളത്തിലെ സിനിമ മനസ്സിലാകാത്തതുകൊണ്ട് അതിൻ്റെ കഥ ആ മനുഷ്യനോട് ചോദിക്കുകയും ഒടുവിൽ അയാൾ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയും സിനിമ കഴിഞ്ഞ് മരിക്കാൻ മനസ്സിൽ തീരുമാനിച്ച് തിയേറ്റർ വിട്ടിറങ്ങുന്നവരോട് കുട്ടികളിൽ കുസൃതിക്കുട്ടി വന്ന് ചോദിച്ചു, അടുത്ത തവണ ഞങ്ങൾ സിനിമയ്ക്ക് വരുമ്പം കഥ പറഞ്ഞു തരാൻ അങ്കിള് വരുമോ എന്ന് ചോദിച്ചപ്പം മരിക്കണ്ട എന്ന് തീരുമാനിച്ചു അത്രേ. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രകാശം പരത്തുന്ന ജീവിതങ്ങളാകാനായിട്ട് ഈ ഉണ്ണിയേശുവിൻ്റെ പിറവിയുടെ ഒരുക്കത്തിൻ്റെ 3-ാം ദിനത്തെ ഒന്ന് ഉപയോഗപ്പെടുത്തിയാലോ. അമ്മായിമ്മയും മരുമകളും വല്ലാതെ കലഹത്തിലായിരുന്നെങ്കിലും കുഞ്ഞ് ജനിച്ച അന്ന് എല്ലാവരും ഉറങ്ങി. ആ സമയത്ത് ഈ അമ്മായിമ്മ സ്വഭാവേന കാഠിന്യമുള്ളവളായിരുന്നെങ്കിലും കൂടെ ആ മരുമകളുടെ കട്ടിലിനരികിൽ പോയിരുന്ന് കുഞ്ഞിനെയും അമ്മയെയും സ്നേഹത്തോടുകൂടെ തലോടാനും ഹൃദയപൂർവ്വം അവരുടെ ജീവിതത്തിലേക്ക് തൻ്റെ കാഠിന്യത്തിനപ്പുറം ഒരു അനുഗ്രഹത്തിൻ്റെ കൈമാറ്റം, പ്രകാശത്തിൻ്റെ ഒരു ഉൾപ്രഭ കൊടുക്കാനും തീരുമാനിച്ചത് വായിച്ച കുറിപ്പിലുണ്ട്. നമുക്കും ചെറിയ പ്രവൃത്തികളിലൂടെ ജീവിതത്തെ കുറേ കൂടെ പ്രകാശിതമാക്കി ഈ പ്രകാശത്തിൻ്റെ നാഥനായ ഉണ്ണീശോയെ സ്വീകരിക്കാൻ ഒരുങ്ങാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.